ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അച്ചാറൊക്കെ ഉണ്ടാക്കാൻ അറിയാം, ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ആദ്യമേ തന്നെ നാരങ്ങ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഇത്തിരി ഉപ്പും ചേർത്ത് വെയിലത്ത് വെച്ച് ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട്. 2 ദിവസത്തെ വെയിൽ കൊണ്ടതാണ് നാരങ്ങ. അപ്പോൾ വേണ്ട സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളമയൊക്കെ പോയതിന് ശേഷം ഞാൻ അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയല്ല ചേർത്തത്, നല്ലെണ്ണയാണ് ചേർത്തത്. കാരണം അച്ചാറൊക്കെ അല്ലേ, പെട്ടെന്ന് തീരില്ലല്ലോ, കുറച്ച് ദിവസം ഇരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നല്ലെണ്ണയാണ് ചേർത്തത്. ആവശ്യത്തിന് നല്ലെണ്ണ ചേർത്ത് ഇത്തിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമുള്ള കടുകിട്ട് പൊട്ടിച്ചു. കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ആവശ്യമുള്ളത്ര വെളുത്തുള്ളി ചേർത്തു. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. ഒന്ന് വഴഞ്ഞു വന്നപ്പോഴത്തേക്ക് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്തു. മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയുമാണ് ചേർത്തത്. നന്നായി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. പച്ചവെള്ളമല്ല ചേർത്തത്, തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്തത്. വെള്ളം തിളച്ചപ്പോഴത്തേക്ക് അതിൽ ഞാൻ ഇത്തിരി വിനാഗിരിയും കൂടെ ചേർത്തിരുന്നു. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങയും ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മളിതാണ്ട് ഇനി അടുപ്പ് കത്തിക്കേണ്ട, നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന കണക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഇങ്ങനെ നാരങ്ങ ഒന്ന് ഉണക്കി അച്ചാറിട്ട് നോക്കുക, നല്ല ടേസ്റ്റാണ്. പിറ്റേന്ന് മുതൽ തന്നെ നമുക്ക് കഴിച്ചു തുടങ്ങാം. നല്ല ടേസ്റ്റി ആയൊരു നാരങ്ങ അച്ചാറാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക് യു.